So dear students, we will discuss the phase rule and the phase equilibrium phase rule and the So phase phase rule, phase components, then number of degrees of freedom, then the rule. Three video we discuss phase See, phase is any homogeneous, physically distinct, mechanically separable part of the system. And the definition of that. Okay, so the definition of phase is any homogeneous, physically distinct, mechanically separable part of the system is known as phase. So, we mechanically separate physically different homogeneous part in phase and the water and the beaker water and suppose we have a water in a beaker. We have a beaker and water and see water and a homogeneous system. It's a homogeneous system. So we have water where part mechanically separate physically different part. So this it's a one phase system. One phase phase and the water kerosene mix oil mix okay, but the layer okay, so it's a physically distinct and mechanically separable and oil and homogeneous water പക്ഷെ അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയല്ല നമ്മൾ പറയുന്നത്. എനി ഹോമോജീനിയസ് ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് മെക്കാനിക്കലി സെപ്പറബിൾ പാർട്ട് ഓഫ് ദ സിസ്റ്റം ആണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ ഹോമോജീനിയസ് ആണ്, ഓയിൽ ഹോമോജീനിയസ് ആണ്. രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടിനെയും വെവ്വേറെ ആയിട്ട് വേർതിരിക്കാൻ തന്നെ സാധിക്കും. മെക്കാനിക്കലി സെപ്പറബിൾ ആയിട്ടുള്ള ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓയിലും വാട്ടറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ടു ഫേസ്, അത് രണ്ട് ഫേസ് ഉള്ള സിസ്റ്റം ആയിട്ട് മാറും. So, phase എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. It is a homogeneous, physically distinct, mechanically separable part of the system is known as phase. ഇതിനെയാണ് നമ്മൾ phase എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേറൊരു ഉദാഹരണം എടുക്കാം. ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനെ നമ്മൾ വാട്ടറിനകത്തേക്ക് നമ്മൾ NaCl ആണ് മിക്സ് ചെയ്തെന്ന് വിചാരിക്കാം. Okay, water NaCl mix ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മുടെ കയ്യിൽ വാട്ടർ ഉണ്ട്, ആ വാട്ടറിനകത്തേക്ക് നമ്മൾ NaCl മിക്സ് ചെയ്തു. ഓക്കെ, NaCl നമ്മൾ മിക്സ് ചെയ്തു. സോ ദിസ് ഇസ് NaCl സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. NaCl സൊല്യൂഷൻ കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ കംപ്ലീറ്റ്ലി സോലിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വൺ ഫേസ് സിസ്റ്റം. അപ്പൊ അതെന്തായിരിക്കും? വൺ ഫേസ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അതിനെ നമുക്ക് മെക്കാനിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് മെക്കാനിക്കലി സെപ്പറബിൾ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളി മിസിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് വൺ ഫേസ് ആയിരിക്കും. എന്നാൽ മിസിബിൾ അല്ലാത്തത് എന്തായിരിക്കും? ടു ഫേസ് ആയിരിക്കും. അപ്പോൾ എന്താണ് കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക, ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് മെക്കാനിക്കലി സെപ്പറബിൾ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഈസ് നോൺ ആസ് ഫേസ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ഒന്ന് മിക്സ്ചർ ഓഫ് ഗ്യാസുകൾ ഒരുപാടെണ്ണം മിക്സ് ചെയ്തേക്കുക. ഗ്യാസുകൾ ഒരുപാടെണ്ണം മിക്സ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എയർ ഗ്യാസ് ഒരുപാട് മിക്സ് ചെയ്തതാണ്. അതിനകത്ത് ഏതൊക്കെ ഗ്യാസ് ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവാം, വാട്ടർ വേപ്പർ ഉണ്ടാവാം, അതേപോലെ N2 ഗ്യാസ്, നൈട്രജൻ ഗ്യാസ് ഉണ്ടാവാം, ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവാം, തുടങ്ങിയുള്ള ഗ്യാസുകളൊക്കെ ഉണ്ടാവും. സോ അതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആണ്. പക്ഷെ അതിനെ നമുക്ക് ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ പറ്റില്ല, മെക്കാനിക്കലി സെപ്പറബിളും അല്ല. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിൽ വേർതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സിംഗിൾ ഫേസ് സിസ്റ്റം. അതിനകത്ത് എത്ര ഫേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു ഫേസ് ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് എ വൺ ഫേസ് സിസ്റ്റം. എ മിക്സർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് വൺ ഫേസ് സിസ്റ്റമാണ്. എന്നാൽ ടു മിസിബിൾ ലിക്വിഡ്സ്, രണ്ട് മിസിബിൾ ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ വാട്ടർ എടുക്കുക, വിനേഗർ, രണ്ടും മിസിബിൾ ആയിട്ട് ലിക്വിഡുകളാണ്. ഓക്കെ, അതല്ലെങ്കിൽ വാട്ടർ എടുക്കുക, ശ്രദ്ധിക്കുക, വാട്ടർ പ്ലസ് എത്തനോൾ എടുക്കാം, അല്ലെങ്കിൽ വാട്ടർ പ്ലസ് വിനേഗർ എടുക്കാം. ഇത് ഏത് നമ്മൾ മിക്സ് ചെയ്താൽ ടു മിസിബിൾ ലിക്വിഡ്സ് ആയതുകൊണ്ട് അതും എന്തായിരിക്കും? വൺ ഫേസ് സിസ്റ്റം ആയിരിക്കും. അതിനകത്തും ഒരു ഫേസ് ഉണ്ടാവുള്ളൂ. എന്നാൽ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്, രണ്ട് ലയിക്കാത്ത ലിക്വിഡുകൾ, ഒന്ന് വാട്ടർ പ്ലസ് ഓയിൽ, വാട്ടർ പ്ലസ് ക്ലോറോഫോം,
ഇതൊക്കെ എന്താണ് വാട്ടർ പ്ലസ് ക്ലോറോഫോം മിക്സ് ചെയ്യാൻ പറ്റില്ല, ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. ഓക്കെ, സോ വാട്ടർ പ്ലസ് എത്തനോളിന് പകരം വാട്ടർ പ്ലസ് ക്ലോറോഫോം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ടും ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ഫേസ് ഉള്ള സിസ്റ്റം ആയിരിക്കും, അത് 2 phase സിസ്റ്റം ആയിരിക്കും. ദെൻ സോളിഡ്സ്. ഓക്കെ, സോളിഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓരോ സോളിഡുകളും ഡിഫറെന്റ് ഫേസുകളാണ്. ഓക്കെ, സോ ഡിഫറെന്റ് ഫേസുകളായിരിക്കും സോളിഡ്സ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഡിഫറെന്റ് ഫേസുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഇരുമ്പും കോപ്പർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇരുമ്പും കോപ്പർ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള സോളിഡുകൾ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു മിക്സർ എടുത്തു, അതിനകത്ത് ഒരുപാട് സോളിഡുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഹോമോജീനിയസ് ആവാൻ പാടില്ല, പ്രത്യേകം ഞാൻ പറയാം. അലോയ് ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫേസ് ആയിരിക്കും. അലോയ് ആണെങ്കിൽ മിസിബിൾ ഫോം ആണെന്നുണ്ടെങ്കിൽ, മെറ്റലിന്റെ മിസിബിൾ ഫോം ആണെന്നുണ്ടെങ്കിൽ അത് അലോയ് പോലത്തെ മിസിബിൾ ഫോം ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഫേസ് ഉള്ള സിസ്റ്റം ആയിരിക്കും. എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സോളിഡ്, ഫോർ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അപ്പൊ ഇതും സോളിഡ് ആണ്, ഇതും സോളിഡ് ആണ്. സോ ദിസ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കാൽഷ്യം ഓക്സൈഡ് ദേ ആർ ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ആൻഡ് മെക്കാനിക്കലി സെപ്പറബിൾ ആണ്. അതുകൊണ്ട് അത് രണ്ട് ഫേസ് ആണ്. ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകളായിരിക്കും. അതേപോലെ മെക്കാനിക്കലി അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഫിസിക്കലി അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സോളിഡുകളെ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ഡിഫറെന്റ് ഫേസുകളായിട്ടാണ് പരിഗണിക്കുന്നത്. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ സോളിഡിന്റെ ഒരു പ്ലൂറൽ ഫോം ആണ്. സോളിഡുകൾ എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള സോളിഡുകൾ എടുത്തു കഴിഞ്ഞാൽ അത് വിവിധ തരത്തിലുള്ള എന്തായിരിക്കും ഫേസുകളായിരിക്കും. ദെൻ ക്രിസ്റ്റൽസ് ഓഫ് സോളിഡ്, എന്നാൽ ക്രിസ്റ്റൽസ് ഓഫ് സോളിഡ് ആണ് എടുക്കുന്നതെങ്കിൽ 1 phase ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിസ്റ്റൽസ് ഓഫ് സോളിഡ് ആണെങ്കിൽ അത് സിംഗിൾ ഫേസ് ആയിരിക്കും. ദെൻ 2 metals, 2 മെറ്റലുകൾ തമ്മിൽ മിക്സ് ചെയ്യാം. 2 മെറ്റലുകൾ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 2 phase ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടും സോളിഡ് ആണെന്നുണ്ടെങ്കിൽ 2 phase ആയിരിക്കും. എന്നാൽ അതേ മെറ്റലുകൾ തന്നെ 2 metals മിസിബിൾ ഫോം ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അലോയ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? 1 phase ആയിരിക്കും. അലോയ് ആണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ഫേസ് ആയിരിക്കും. ഓക്കെ, സോ ഫേസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ്, ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട്, മെക്കാനിക്കലി സെപ്പറബിൾ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഈസ് നോൺ ആസ് ഫേസ്. അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഒരു ഗ്യാസ് മിക്സ്ചർ ആണെങ്കിൽ അതൊരു ഫേസ് ആയിരിക്കും. എന്നാൽ 2 മിസിബിൾ ലിക്വിഡുകൾ ആണെങ്കിൽ അത് ഒരു ഫേസ് ആയിരിക്കും. ഇമ്മിസിബിൾ ലിക്വിഡ് ആണെങ്കിൽ അത് 2 phase ആയിരിക്കും. ഡിഫറെന്റ് സോളിഡുകൾ ആണെന്നുണ്ടെങ്കിൽ, ഡിഫറെന്റ് സാൾട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ഫേസുകളായിരിക്കും. എന്നാൽ ക്രിസ്റ്റൽസ് ഓഫ് സോളിഡ് ആണെങ്കിൽ സിംഗിൾ ഫേസ് ആയിരിക്കും. ഡിഫറെന്റ് മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ, 2 ഡിഫറെന്റ് മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ 2 എന്നായതുകൊണ്ടാണ് ഇവിടെ 2 phase ആയത്. 3 മെറ്റൽ എടുക്കുകയാണെങ്കിൽ 3 phase ആയിരിക്കും. അപ്പൊ 2 മെറ്റലുകൾ എടുത്തതുകൊണ്ട് അത് 2 phase ആണ്. ഇനി 2 metals ആർ മിസിബിൾ ആൻഡ് ഫോം അലോയ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ഫേസ് ഉണ്ടായിരിക്കും? ഒരേ ഒരു ഫേസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് ഫേസിനെ കുറിച്ച് മറ്റേ എക്സാമ്പിൾ നോക്കാം. ഞാൻ ഐസ് വാട്ടർ വേപ്പർ സിസ്റ്റം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എത്ര ഫേസ് ഉണ്ടാവും എന്ന് നോക്കാം. അല്ലെ, ഐസ് എന്ന് പറയുന്നത് ഒരു ഫോമാണ്, ഫിസിക്കലി ഒരു ഫോമാണ്. വാട്ടർ എന്ന് പറയുന്നത് വേറൊരു ഫോമാണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് വേറൊരു ഫോമാണ്. സോ അപ്പൊ ഇതൊരു ഇക്വേഷൻ ആണ്. ഐസ് ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ, വാട്ടർ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ വേപ്പർ. സോ ഇതിനകത്ത് എത്ര ഫേസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഫേസുകളാണ്. അതല്ലെങ്കിൽ 3 ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ആണ്, അതേപോലെ മെക്കാനിക്കലി സെപ്പറബിൾ ആണ്. സോ ദെയർഫോർ ഇതിനകത്ത് എത്ര ഫേസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം ഇതിനകത്ത് എത്ര ഫേസ് ഉണ്ടായിരിക്കും? 3 ഫേസുകൾ ഇതിനകത്ത് ഉണ്ടാവും. ഇതിനകത്ത് 3 ഫേസുകൾ ഉണ്ടാവും. ഇനി കാൽഷ്യം കാർബണേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ നോക്കൂ. ഇത് കാൽഷ്യം കാർബണേറ്റ്, ശ്രദ്ധിക്കുക, കാൽഷ്യം കാർബണേറ്റ് ബ്രേക്ക് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് സോളിഡ് പ്ലസ് കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ചൂടാക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡ് സോളിഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവുന്നു. സോ ഹൗ മെനി ഫേസസ് ആർ ദർ? അതിനകത്ത് എത്ര ഫേസ് ഉണ്ടാവും? ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ഫോം ആണ്. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് വേറൊരു സോളിഡ് ഫോം ആണ്. സോളിഡ് ഫോമുകൾക്ക് ഡിഫറെന്റ് ഫേസുകൾ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. അപ്പൊ തന്നെ എത്ര ഫേസ്? കാൽഷ്യം കാർബണേറ്റിന് ഒരു ഫേസ്, കാൽഷ്യം ഓക്സൈഡിന് മറ്റൊരു ഫേസ്. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് വേറൊരു ഗ്യാസ് ആണ്, അത് വേറൊരു ഫേസ് ആണ്. സോ ടോട്ടൽ ഫേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 phase അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, 3 phase സിസ്റ്റം ആണ് അത്. ദെൻ വാട്ടർ ആൻഡ് എത്തനോൾ എന്ന് പറയുന്നത്, വാട്ടറും എത്തനോളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസിബിൾ ലിക്വിഡ്സ് ആയിരിക്കും. അല്ലെ, മിസിബിൾ സൊല്യൂഷൻ ആണ്. മിസിബിൾ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഫേസ് ഉണ്ടാവും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്ര ഫേസ് ഉണ്ടാവും? മിസിബിൾ ലിക്വിഡ് ആകുമ്പോൾ അതിനകത്ത് 1 phase, ഒരു ഫേസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫേസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട്, മെക്കാനിക്കലി സെപ്പറബിൾ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഈസ് നോൺ ആസ് ഫേസ്.
ഇനി ഫേസ് റൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് കോമ്പോണൻസ് ആണ്. ഓക്കെ, കോമ്പോണൻസ്. ദെൻ ഫേസ് ഇസ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഫേസിനെ നമ്മൾ ഇലക്ട്രോൺ ആണ് പി. ഓക്കെ, കോമ്പോണൻസ് എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ് സൂചിപ്പിക്കുന്നത് കോമ്പോണൻസ്. സോ കോമ്പോണൻസിന്റെ ഡെഫിനേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ശ്രദ്ധിക്കുക, കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ സിസ്റ്റം ആണ്. കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ സിസ്റ്റം, ഒരു സിസ്റ്റത്തിനകത്തുള്ള കെമിക്കലി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാം എന്താണ്, കോമ്പോണൻസ് ആണ് അല്ലെ. അതിനകത്തുള്ളതെല്ലാം കോമ്പോണൻസ് ആണ്. ഉദാഹരണത്തിന് കാൽഷ്യം കാർബണേറ്റ് സോളിഡ്, ദെൻ റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ഉണ്ടാകുന്നു, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് സോളിഡ് ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. സോ ഇതൊരു എന്താണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡും ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, കാൽഷ്യം കാർബണേറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്, കാൽഷ്യം ഓക്സൈഡ് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. എന്നാൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂവന്റുകളും കോമ്പോണൻസ് അല്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്, കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിരിക്കണം. കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിരിക്കണം. അവരെ മാത്രമേ നമ്മൾ കോമ്പോണൻസ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കെമിക്കലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റുകൾ മാത്രമേ നമ്മൾ കോമ്പോണൻസ് എന്ന് വിളിക്കുള്ളൂ. അപ്പൊ ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇക്വേഷൻ ഇക്വിലിബ്രിയം എഴുതി കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂന്റുകളും കോമ്പോണന്റ് ആണെന്ന് വിചാരിക്കരുത്. അതിനകത്ത് കെമിക്കലി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ആളുകൾ മാത്രമേ എന്താവുള്ളൂ, കോമ്പോണൻസ് ആവുകയുള്ളൂ. ദെൻ നമ്പർ ഓഫ് കമ്പോണൻസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് കമ്പോണൻസ് ഈക്വൽ ടു എസ് മൈനസ് ആർ ആണ്. ഓക്കെ, എസ് മൈനസ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ നമ്പർ ഓഫ് കമ്പോണൻസ് കണ്ടുപിടിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ എസ്? എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേബിൾ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്. ദെൻ ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിലേഷൻസ് ആണ്, നമ്പർ ഓഫ് റിലേഷൻ. സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഈ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്? എസ് മൈനസ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. ദെൻ വാട്ട് യു മീൻ ബൈ എസ്? എസ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ദെൻ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് റിലേഷൻസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അങ്ങനെയാണെങ്കിൽ കോമ്പോണൻസിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദി സിസ്റ്റത്തിനെയാണ് നമ്മൾ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കോൺസ്റ്റിറ്റ്യൂന്റും കോമ്പോണന്റ് അല്ല, കെമിക്കലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റുകൾ മാത്രമേ കോമ്പോണൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ആർ എന്ന് പറയുന്നത്, എസ് മൈനസ് ആർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് കാൽഷ്യം കാർബണേറ്റ് സോളിഡ്. നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡ് സോളിഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ഇക്വേഷൻ എടുക്കാം. സോ അപ്പൊ അതിനകത്ത് 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട് നമുക്കറിയാം അല്ലെ. 3 കോൺസ്റ്റിറ്റ്യൂവൻസ്, സ്റ്റേബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ് 3 ഉണ്ട്. ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് കാൽഷ്യം കാർബണേറ്റ്, രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് കാൽഷ്യം ഓക്സൈഡ്, ദെൻ മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് കമ്പോണൻസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് കമ്പോണൻസ് ഈക്വൽ ടു സ്റ്റേബിൾ കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ എണ്ണം 3 ആണ്, മൈനസ് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഒരേ ഒരു റിലേഷൻ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് CaCO3 CaO പ്ലസ് CO2 എന്ന് പറയുന്ന ഒരേ ഒരു റിലേഷൻ ആണ്, ഒരേ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ 3 - 1 ഈക്വൽ ടു 2 കമ്പോണന്റ്. അപ്പോൾ നമ്മൾ ഇതിനെ 2 കമ്പോണന്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐസ് എടുക്കാം. ഐസ് ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ ആൻഡ് വാട്ടർ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ വേപ്പർ എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 3 കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കെമിക്കൽ ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം. സോ നമ്പർ ഓഫ് കമ്പോണൻസ് ഈക്വൽ ടു ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ്, ഒന്ന് ഐസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ്, രണ്ടാമത്തെ വാട്ടർ ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ്, മൂന്നാമത്തെ വാട്ടർ വേപ്പർ ആണ് കോൺസ്റ്റിറ്റ്യൂവൻസ്. സോ 3 കോൺസ്റ്റിറ്റ്യൂവന്റുകൾ ഉണ്ട്. മൈനസ് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. സോ ദിസ് ഇസ് ഫസ്റ്റ് റിലേഷൻ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് റിലേഷൻ. അങ്ങനെ 2 റിലേഷൻ ആണ് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സോ 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കമ്പോണന്റ്. സോ ഇതെന്താണ്, ഒരു 1 കമ്പോണന്റ് സിസ്റ്റം ആണ്. സോ 1 കമ്പോണന്റ് സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് കമ്പോണൻസ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സിസ്റ്റം ഈസ് നോൺ ആസ് കമ്പോണൻസ്. ദെൻ നേരത്തെ നമ്മൾ ഫേസ് എന്താന്ന് പറഞ്ഞു. ഫേസ് എന്ന് പറഞ്ഞാൽ
physically distinct, mechanically separable part of the system is known as phase. So ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നിങ്ങൾ ആ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി തേർഡ് ടേം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ അടുത്ത ടേം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ എഫ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നത്. And the definition of degree of freedom is the smallest number of independent variables to describe the system, such as pressure, temperature, and composition, etc. Okay, so sadhika degrees of freedom ennu parnal, number of degrees of freedom, degrees of freedom ennu parnal is smallest number of independent variable to describe the system. അതായത് ഒരു സിസ്റ്റത്തിനെ വിശദീകരിക്കാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ചില സിസ്റ്റത്തിനെ നമുക്ക് ടെമ്പറേച്ചർ വെച്ച് മാത്രം വിശദീകരിക്കാൻ സാധിക്കും. ഓക്കെ, ചില സിസ്റ്റത്തിനെ നമുക്ക് പ്രഷർ വെച്ച് മാത്രം ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ചില സിസ്റ്റത്തിനെ കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ചിലതിനെ ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലതിനെ ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ചിലതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമായ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അത് ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, കോമ്പോസിഷൻ ആവാം, എക്സെട്ര. Okay, so what do you mean by degrees of freedom? The smallest number of independent variable to describe the system. ചിലപ്പോൾ ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ടെമ്പറേച്ചറിനെ കൊണ്ട് മാത്രം സാധിക്കും, ചിലപ്പോൾ പ്രഷറിനെ കൊണ്ട് മാത്രം സാധിക്കും, ചിലപ്പോൾ കോമ്പോസിഷൻ കൊണ്ട് മാത്രം സാധിക്കും, ചിലപ്പോൾ ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിലേ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുള്ളൂ, ചിലപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോ ഒരു ഒരു വേരിയബിൾ വെച്ചിട്ട് നമ്മൾ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുക. ലിക്വിഡ് വാട്ടർ നമ്മളെ കയ്യിൽ ഒരു ബീക്കറിനകത്ത് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ വാട്ടർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം അതിനകത്തുള്ള ഫേസ് എന്ന് പറയുന്നത് ഒരേ ഒരു ഫേസ് ഉള്ളൂ, അല്ലെ? ഒരേ ഒരു ഫേസ് ഉള്ളൂ, വാട്ടർ എന്ന് പറയുന്ന ഒരേ ഒരു ഫേസ് ഉള്ളൂ. ദെൻ കമ്പോണൻസ് നിങ്ങൾക്ക് അറിയാം, വാട്ടർ എന്ന് പറയുന്ന ഒരേ ഒരു കമ്പോണൻസ് അതിനകത്തുള്ളൂ. സോ സിയും പിയും 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് ഈ വാട്ടറിന്റെ സവിശേഷത അല്ലെങ്കിൽ വാട്ടറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക, അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ടെമ്പറേച്ചറും പ്രഷറും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ടെമ്പറേച്ചറും പ്രഷറും ഉപയോഗിച്ചിട്ടാണ്. സോ ഇറ്റ്സ് എ 2 രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ബൈ വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ബൈ വേരിയബിൾ ആണെന്ന് പറയും. സോ ഡൈ വേരിയന്റ് ആണെന്ന് പറയും. സോ എനിവേ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 2. അതൊരു ഇക്വേഷനിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എനിവേ വാട്ടർ സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ does not disturb the system. അതുകൊണ്ട് രണ്ടും ടെമ്പറേച്ചറും പ്രഷറും വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഇത് രണ്ടും വെച്ചിട്ടാണ്. സോ therefore it's a ബൈവേരിയന്റ് സിസ്റ്റം ആണ്. ഓക്കെ, സോ അപ്പൊ ഇനി അതൊരു ഏതെങ്കിലും ഒരു വേരിയന്റ് മാത്രമാണ്, നമുക്കൊന്നെങ്കിൽ ടെമ്പറേച്ചർ വെച്ചിട്ട് മാത്രം ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ പ്രഷർ വെച്ചിട്ട് മാത്രം ഡിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, മോണോവേരിയന്റ് എന്ന് പറയും. ഇനി രണ്ടെണ്ണാണെങ്കിൽ നമ്മൾ അതിനെ ബൈ വേരിയന്റ് എന്ന് പറയും. ഓക്കെ, ബൈ വേരിയന്റ് എന്ന് പറയും. റൈറ്റ്, ബൈ വേരിയന്റ് എന്ന് പറയും. ഇനി അതല്ല ഒരൊറ്റൊന്നും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ അതിനെ ഇൻവേരിയന്റ് എന്ന് പറയും. സോ അപ്പൊ മോണോവേരിയന്റ്, ബൈവേരിയന്റ് ആൻഡ് ഇൻവേരിയന്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് അതിനെ ക്ലാസ് ആയിട്ട് തിരിക്കാം. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ ഇനി ഫേസ് റൂളിനകത്തേക്ക് പോവാണ്. ഇവ തമ്മിലുള്ള റിലേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് നമ്മൾ പറഞ്ഞത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, മറ്റൊന്ന് പറഞ്ഞത് കമ്പോണൻസ് ആണ്, മറ്റൊന്ന് പറഞ്ഞത് ഫേസ് ആണ്. ഇവ തമ്മിലുള്ള റിലേഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് റൂൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫേസ് റൂൾ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ് റൂൾ എന്ന് പറയുന്നതാണ്. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഫേസ് റൂൾ? The relationship between the number of degrees of freedom, അതായത് number of degrees of freedom to number of degrees of freedom to the number of components and number of phases at the equilibrium by the equation
F is equal to C minus P plus 2. This is what is called phase rule. So phase rule എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The relationship between the number of degrees of freedom to the number of components and number of phases at equilibrium by the equation is known as phase rule. ഇതിനെയാണ് നമ്മൾ phase rule എന്ന് പറയുന്നത്. അതായത് number of degrees of freedom എന്ന് പറയുന്ന F അത് കമ്പോണൻസിന്റെ എണ്ണവും അതേപോലെ ഫേസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഈ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കമ്പോണൻസിന്റെ നമ്പർ ഓഫ് കമ്പോണൻസുമായും അതേപോലെ ഫേസുമായും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഇക്വേഷൻ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഫേസ് റൂൾ എന്ന് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം to the number of components and number of phases at the equilibrium by the equation F equal to C minus P plus 2 is known as phase rule. ഇതിനെയാണ് നമ്മൾ phase rule എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് നമ്പർ ഓഫ് കമ്പോണൻസും അതേപോലെ നമ്പർ ഓഫ് ഫേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷന് F ഈക്വൽ ടു C മൈനസ് P പ്ലസ് 2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് ഫേസ് റൂൾ. ഇതിനെ പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഫേസ് റൂൾ? ഫേസ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് എങ്ങനെ നമ്പർ ഓഫ് കമ്പോണന്റുമായും എങ്ങനെ ഫേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആ റിലേഷൻ ഫേസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫേസുമായി ബന്ധപ്പെട്ട് എത്ര ഡിഗ്രീസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള കാര്യം നോക്കാം. സോ നമുക്ക് ആദ്യത്തെ നമ്മുടെ F equal to C P plus എന്നുള്ളതാണ് ഇക്വേഷൻ. ഫേസ് റൂൾ ഒക്കെ ഉണ്ടായത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതിലുള്ളത് എന്താണ്, F is equal to C minus P plus 2 എന്ന് പറയുന്ന റിലേഷൻ ആണ്. സോ അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുന്നത്. സോ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ടർ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ വേപ്പർ. വാട്ടർ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ വേപ്പർ പറയുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ എത്ര ഫേസുകൾ ഉണ്ട്, എത്ര കമ്പോണൻസ് ഉണ്ട്, എത്രയാണ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത്ര ഫേസ് ഉണ്ട് നമുക്കറിയാം. ഫേസ് എത്ര ഉണ്ട്? വാട്ടർ എന്ന് പറയുന്നത് ഒരു ഫേസ് ആണ്, വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് അടുത്ത ഫേസ് ആണ്. ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ആൻഡ് മെക്കാനിക്കലി സെപ്പറബിൾ ആയിട്ടുള്ള പാർട്ടാണ്. സോ രണ്ട് ഫേസ് ഉണ്ടെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. ദെൻ നമ്പർ ഓഫ് കമ്പോണൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? കോൺസ്റ്റിറ്റ്യൂവന്റ് മൈനസ് റിലേഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് ഇത് വാട്ടർ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്, വാട്ടർ വേപ്പർ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരേ ഒരു ഇക്വേഷൻ ഉള്ളൂ. സോ അങ്ങനെ രണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്, മൈനസ് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ ഒന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 1 = 1. അപ്പൊ ഇത് 1 കമ്പോണന്റ് സിസ്റ്റം ആണ്. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഇക്വേഷൻ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? C minus P plus 2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സോ F ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാം? സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, ദെൻ പ്ലസ് 2 ആണ്. സോ -2 and +2 cancelled. Then the number of degrees of freedom equal to 1. So it's a monovariant system. ഇതൊരു മോണോവേരിയന്റ് ആണ്. ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, വാട്ടർ വേപ്പറിനെ നമുക്ക് ഒന്നുകിൽ ടെമ്പറേച്ചർ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രഷർ വെച്ചിട്ടോ, ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ വേപ്പറിനെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇറ്റ്സ് എ മോണോവേരിയന്റ് സിസ്റ്റം. ഇതൊരു മോണോവേരിയന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇനി രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എ മിക്സ്ചർ ഓഫ്, the second example is a mixture of hydrogen gas ഉണ്ട്, oxygen gas ഉണ്ട്, ഓക്കെ, അതേപോലെ H2O ഗ്യാസ് ഉണ്ട്. സോ ഓൾ ആർ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. എല്ലാ ആളുകളും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണിത്. മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണെങ്കിൽ അതിന്റെ ഫേസിന്റെ എണ്ണം എത്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണെങ്കിൽ ഫേസിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. എന്നാൽ അതിനകത്തുള്ള കമ്പോണന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൂന്നും ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണന്റുകളാണ് അല്ലെ. ഒന്ന് ഹൈഡ്രജൻ ആണ്, മറ്റൊന്ന് ഓക്സിജൻ ആണ്, മറ്റൊന്ന് H2O ആണ് കേട്ടോ, H2O ഗ്യാസ്. സോ നമ്പർ ഓഫ് കമ്പോണൻസ് ഈക്വൽ ടു 3 ആണ്. നമ്പർ ഓഫ് കമ്പോണൻസ് ഈക്വൽ ടു 3. സോ ദെയർഫോർ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു C minus P plus 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ സിന്റെ വാല്യൂ 3 ആണ്. 3 - 1 + 2. ഓക്കെ, 3 - 1 + 2. സോ ദെയർഫോർ ടോട്ടൽ 3 + 2 5, 5 - 1 = 4. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. റെഡി? ആൻഡ് നെക്സ്റ്റ് വൺ, തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, തേർഡ് എക്സാമ്പിളിലേക്ക് വരാം. തേർഡ് എക്സാമ്പിൾ ഈസ് മിക്സ്ചർ ഓഫ് കാൽഷ്യം കാർബണേറ്റ്, calcium oxide, calcium oxide solid, right? Then carbon dioxide gas.
ഇത് റിലേഷൻ തന്നിട്ടില്ല, ഇങ്ങനെ 3 ആളുകളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇക്വേഷൻ ഫോമിലും തന്നിട്ടില്ല, ഇങ്ങനെ 3 ആളുകൾ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര ഫേസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. സോ ഫേസ് എന്ന് പറഞ്ഞാൽ ഓരോ സോളിഡും വേറെ വേറെ ഫേസ് ആണ്. ഇതൊരു സോളിഡ് ആണ്, ഇതൊരു സോളിഡ് ആണ്, ഒരു ഫേസ്, അപ്പൊ 2 ഫേസ് ആയി. പിന്നെ ഗ്യാസ് വേറൊരു ഫേസ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈക്വൽ ടു 3. ഇനി കമ്പോണൻസിന്റെ എണ്ണം റിലേഷനും ഇക്വേഷനും ഒക്കെ തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ഉപയോഗിക്കുന്നത്, ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് മൈനസ് നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഫോമിലല്ല, ഇക്വിലിബ്രിയം ഫോമിലല്ല തന്നിട്ടുള്ളത്. സോ 3 ഡിഫറെന്റ് ആയിട്ട് കമ്പോണന്റ് ആയിട്ട് തന്നെ പരിഗണിക്കണം. ഓക്കെ, 3 ഡിഫറെന്റ് കമ്പോണന്റ് ആയിട്ട് തന്നെ പരിഗണിക്കണം. സോ നമ്പർ ഓഫ് കമ്പോണന്റ്സ് ഈക്വൽ ടു 3. സോ therefore the equation f equal to c minus, that is 3 minus p plus 2 അല്ലെ. 3 minus p plus 2 എന്ന് പറഞ്ഞാൽ 3 ആണ് കമ്പോണന്റിന്റെ എണ്ണം, p യുടെ വാല്യൂ 3 ആണ്, പ്ലസ് 2. Okay, 3 minus 3 plus 2, so 3 and 3 cancel. So the answer will be 2. So the number of degrees of freedom equal to 2. Okay, so this is a bivariant system. ഇനി another example, വേറെ എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ് സോളിഡ് gives കാൽഷ്യം ഓക്സൈഡ് സോളിഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്പർ ഓഫ് കമ്പോണൻസ് നമ്പർ ഓഫ് ഫേസസ് നിങ്ങൾക്ക് അറിയാം. നമ്പർ ഓഫ് ഫേസസ് പി എന്ന് പറയുന്നത് ഇതൊരു ഫേസ് ആണ്, ഇതൊരു ഫേസ് ആണ്, ഇത് വേറെ ഫേസ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് ഈക്വൽ ടു 3. എന്നാൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എത്രയാണ്? 3 ഉണ്ട്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ്, സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂവന്റ്, തേർഡ് കോൺസ്റ്റിറ്റ്യൂവന്റ്, ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ എത്ര ഉണ്ട്? 1 ഉണ്ട്. സോ 3 minus 1 equal to 2, റൈറ്റ്? എന്നാൽ ഇതേ സാധനം റിലേഷൻ തരാതെ, ഇക്വിലിബ്രിയം തരാതെ തന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് എടുക്കേണ്ടത്. എന്നാൽ റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിലേഷനെ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. സോ therefore c equal to number of components equal to 3 minus 1 equal to 2. So f equal to, the equation is c minus p plus 2 ആണ് നമുക്കറിയാം. So therefore f equal to c യുടെ വാല്യൂ എത്രയാണ്? 2 ആണ്, p യുടെ വാല്യൂ 3 ആണ്, പ്ലസ് 2 ആണ്, റൈറ്റ്? So 4 minus 2 equal to, it's a 1 variant, അതല്ലെങ്കിൽ ഇറ്റ്സ് എ മോണോ വേരിയന്റ് സിസ്റ്റം. അപ്പൊ ഇതൊരു മോണോ വേരിയന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമുക്ക് ഫേസ് റൂളിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഫേസ് റൂളുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്, അല്ലെ? ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട്, മെക്കാനിക്കലി സെപ്പറബിൾ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു ഗ്യാസ് മിക്സറിനകത്ത് ഒരു ഫേസ് ഉണ്ടാവുള്ളൂ. മിസിബിൾ ലിക്വിഡ്സ് ഒരു ഫേസ് ആയിരിക്കും. ഇമ്മിസിബിൾ ലിക്വിഡ്സ് എത്ര ലിക്വിഡുകൾ കൂടി ചേർന്നുണ്ടോ അത്രയും ഫേസ് ഉണ്ടാവും. 2 ഇമ്മിസിബിൾ ലിക്വിഡ് ആയതുകൊണ്ട് 2 ഫേസ് ആണ്. സോളിഡ്സ് എല്ലാം, ഡിഫറെന്റ് സോളിഡുകളെല്ലാം മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകളായിരിക്കും. ക്രിസ്റ്റൽസ് ഓഫ് സോളിഡ് ആണെങ്കിൽ സിംഗിൾ ഫേസ് ആയിരിക്കും. എന്നാൽ 2 മെറ്റലുകൾ ആണെങ്കിൽ അത് 2 ഫേസ് ആയിരിക്കും. ഇനി 3 മെറ്റൽ ആണെങ്കിൽ 3 ഫേസ് ആയിരിക്കും. എന്നാൽ 2 മെറ്റലുകളോ അല്ലെങ്കിൽ 3 മെറ്റലുകളോ അലോയ് ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? 1 ഫേസ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ കാര്യം കമ്പോണൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്, റൈറ്റ്? ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഫേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ തന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു ഐസ് ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ, വാട്ടർ ഇക്വിലിബ്രിയം വിത്ത് വേപ്പർ, വാട്ടർ വേപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 3 ഫേസ് ഉണ്ട്. ദെൻ കാൽഷ്യം കാർബണേറ്റിന്റെ അവിടെ 3 ഫേസ് ഉണ്ട്. വാട്ടർ പ്ലസ് എത്തനോൾ 2 മിസിബിൾ ലിക്വിഡുകൾ ആയതുകൊണ്ട് എന്താണ്? 1 ഫേസേ ഉള്ളൂ. അടുത്തത് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ ഒരു എന്താണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ രൂപത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉള്ള ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂവൻസും അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷനും നമ്മൾ നോക്കണം. ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂവൻസ് സ്റ്റേബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് എത്രയാണോ അതേ മൈനസ് റിലേഷൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് കമ്പോണൻസ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് കമ്പോണൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ സ്റ്റേബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ് മൈനസ് നമ്പർ ഓഫ് റിലേഷൻ വെച്ചിട്ടാണ്. Okay, so chemically independent constituent of the system is known as components, right? അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് നമ്പർ ഓഫ് കമ്പോണൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ഇനി ഇക്വേഷൻ ഇല്ലാതെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടോ അത്രയും കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മളിപ്പോ പറഞ്ഞ ലാസ്റ്റ് അല്ലെ, എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റം സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, കോമ്പോസിഷൻ എക്സെട്ര. അതായത് ഒരു സിസ്റ്റത്തിന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ ഓഫ് വേരിയബിൾസിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ വേരിയബിൾ കൊണ്ട് തന്നെ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് മോണോ വേരിയന്റ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് രണ്ട് എന്താണ് വേരിയബിൾ ഉണ്ടെങ്കിൽ സിസ്റ്റത്തിന് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ബൈ വേരിയന്റ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് 3 ഉണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഒറ്റ വേരിയബിളിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ഇൻവേരിയന്റ് എന്ന് പറയും. Okay, and the next one is phase rule. Then what do you mean by phase rule? It is the relationship between the number of degrees of freedom
to the number of components and number of phases by the equation is known as phase rule. ഇതിനെയാണ് നമ്മൾ phase rule എന്ന് പറയുന്നത്. What do you mean by phase rule? The relationship between the number of degrees of freedom to the number of components and to the number of phases at the equilibrium by the equations f equal to c minus p plus 2. This is what is called phase rule. ഇതിനെയാണ് നമ്മൾ phase rule എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിച്ചു. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേസ് ഡയഗ്രാം എന്താണെന്നുള്ള കാര്യം പറയും. അതേപോലെ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ എന്താണെന്നുള്ള കാര്യം പറയും. പിന്നെ അതിൽ നിന്നുള്ള എന്താണ് ടു കമ്പോണന്റ് സിസ്റ്റം പറയും. പിന്നെ അതേപോലെ അതിൽ നിന്ന് മുൻ വർഷങ്ങളിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Is it clear? Any doubt?